ഹലോ, അസ്സലാമു അലൈക്കും. ഈയിടെയായിട്ട് പത്രമാധ്യമങ്ങളിൽ ചേളാരി സംസ്ഥയുടെ ഒരു പത്രസമ്മേളനം കാണാനിടയുണ്ടായി. അദ്ദേഹത്തിന് അനുകൂലമായിട്ട് മുഖ്യമന്ത്രി നടപടിയെടുക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം. ഇയാൾ ആരാ? മുഖ്യമന്ത്രി ഇയാളുടെ ആരാ? അമ്മായി അച്ഛനോ? ഇയാൾ പറയുന്ന പോലെ കേൾക്കാം. മുഖ്യമന്ത്രി നാടിൻ്റെ മുഖ്യമന്ത്രിയല്ലേ? മുഖ്യമന്ത്രി അവർക്ക് അനുകൂലമായിട്ടല്ലോ മുഖ്യമന്ത്രി നടപടി എടുക്കേണ്ടത്. മുഖ്യമന്ത്രി നടപടി എടുക്കേണ്ടത് നീതിയുടെ ഭാഗത്താണ്. നിങ്ങൾ മുഖ്യമന്ത്രിക്ക് കൊടുത്തൊരു പരാതി തന്നെ എന്താ? മമ്പുറത്തെ പള്ളി, തിരുവങ്ങാടി പള്ളി എപിക്കാർ പിടിച്ചടക്കിയെന്ന്. എങ്ങനെ ചങ്ങായിമാരെ? 400 കൊല്ലം മുന്നുള്ള മമ്പുറത്തെ പള്ളി എങ്ങനെയോ എൻ്റെ തറവാട് സ്വത്താ? സമസ്ത മിഞ്ഞാന്നുണ്ടാക്കിയ സമസ്തല്ലേ? സമസ്ത ഉണ്ടാക്കിയിട്ട് നിങ്ങൾ 90-ാം വാർഷിക 4 കൊല്ലം കഴിഞ്ഞിട്ട് പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ കണ്ടിരുന്നത്. പിന്നെ എങ്ങനെ നിങ്ങളിപ്പോൾ ഇപ്പോൾ മമ്പുറത്തെ പള്ളി നിങ്ങളത് നിറഞ്ഞു കിടക്കേണ്ടത്? നിങ്ങൾക്ക് എന്താ തീരെ തലച്ചോറില്ലേ തലയിൽ? എന്നിട്ട് അന്ത്യശാസനം കൊടുക്കണല്ലേ? 30-ാം തീയതി വരെ സമയം കൊടുത്തിക്കണം. 30-ാം തീയതി അല്ലെങ്കിൽ ഖിയാമത്ത് നാൾ വരെ സമയം കൊടുത്തോ? ഇവരുടെ ഭരണകൂടം എന്ന് പറഞ്ഞാൽ എൻ്റെ തറവാട് സ്വത്തല്ല. അത് ഇവിടുത്തെ നീതി നിയമം എങ്ങനെയാണോ അങ്ങനെ നടന്നു പോകും. ഇവിടെ ആർക്കും ഒന്നും ആവശ്യമില്ല. ആർക്കും ആരാൻ്റെ മുതലോ ഒരു സാധനം ആവശ്യമില്ല. എന്താണോ നാട്ടിലെ നിയമം അത് നടക്കണം. നീതി എന്താണോ അത് നടക്കണം. ഈ കുറച്ച് താടി നേർച്ചുകൊണ്ട് എൻ്റെ അപ്പുറത്തിരിക്കുന്ന താടിമ മൈലാഞ്ചിടണ ഓനും കൂടി ഓൻ്റെ ഫോട്ടോ ഈ കാണുന്നത് ഇത് കണ്ടില്ല നിങ്ങൾ? കൗത്തിൽ വലിയൊരു നോട്ടുമാലൻ്റെ കെട്ടിട്ടുകൊണ്ട് അവർക്ക് നോട്ടുമാലൊക്കെ കൗത്തിലിടാം. അതിലൊന്നും ചൂഷണമില്ല, ആത്മീയ ചൂഷണമില്ല. അതിങ്ങനെ കൗത്തിൽ ഓരോ നാട്ടിൽ ചെല്ലുമ്പോൾ ഓനക്ക് ഈ കെട്ട് കണക്ക് കൗത്തിലിങ്ങനെ ഇത് കണ്ടില്ല? ഈ കാണുന്ന ഫോട്ടോ ഇതാണ്. ആ പത്രസമ്മേളനം നടത്തുന്ന ഒരുത്തനാണിത്, ബാപ്പുലിയർ. അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് ആ താടിമ മൈലാഞ്ചിട്ട ആള് ചോന്നത് അതാണ്. ഓർക്ക് ഇങ്ങനെ ഫ്രീക്ക് ആശാരിമാരെടുക്കണ കരയുള്ള തുണിയും പിന്നെ കുണ്ടിയും അറിയാത്ത ചന്തിമക്കെത്താത്ത ഫ്രീക്ക് ഷർട്ടും പിന്നെ താടി നിറച്ച് മൈലാജും നിർത്തിട്ടിട്ട് ഇങ്ങനെ ചിലക്കാൻ നടക്കുക. അവരെ കൗത്തിൽ കണ്ടത് ഇനി ഇപ്പുറത്ത് കണ്ടില്ല? ഫോട്ടോ കണ്ടില്ല നിങ്ങൾ? ഫാൻ്റെ ഒക്കെ ഇട്ടിട്ട് അതാണ് ഇവരെ വലിയ നേതാവാണ്. ഇവരെ സുന്നി സമൂഹത്തിൻ്റെ സുന്നി യുവജന സംഘം എന്ന് പറഞ്ഞ് നടക്കണേ ഈ സമൂഹത്തിൻ്റെ മാതൃകാക്കേണ്ട ആളാണ്. പാർക്കിൽ ഓന് പെണ്ണുങ്ങളായിട്ട് പാർക്ക് പോയ കോലാണത്. പാർക്ക് കണ്ട് എത്തിയപ്പോൾ കഴിച്ചാണ് തലീന്ന് തലി കെട്ട്. എന്നിട്ട് ആ പെണ്ണുങ്ങൾ കുത്തിമരണ ആ കുളിക്കണ കുളത്തിൻ്റെ പക്കത്തും അപ്പുറത്ത് ആ പെണ്ണുങ്ങൾ വിൽക്കണ ഫ്രൂട്ട്സ് കടയിലൊക്കെ തെണ്ടി നടക്കുക. തലീക്കെട്ട് കഴിച്ചിട്ട് അരിയിലാണ്ട് കെട്ടിയേക്ക. ഓനൊരു അന്യ പെണ്ണിൻ്റെ മുഖം ദർശിക്കൽ ഓനക്ക് ഹറാമല്ലേ? അതും ഒരുപാട് അന്യമതസ്ഥ സ്ത്രീകളാണ്. തലയിൽ തട്ടം പോലും ഇടാത്ത കുറേ അന്യമതസ്ഥരായ പാവം സ്ത്രീകളാണ്. അവരുടെ അടിയിൽ കൂടി ഇത് കൊടുത്തിട്ട് എന്നിട്ട് നമുക്ക് ആ വീഡിയോ ക്ലിപ്പൊക്കെ യൂട്യൂബിൽ കണ്ടാൽ തന്നെ അറിയാം. ആ സ്ത്രീകൾക്ക് തന്നെ മാനുണ്ട്. കാരണം ഇയാളൊരു മുണ്ട് അരി കെട്ടിക്കൊണ്ട് ഇയാൾ അറ്റുങ്ങളുടെ അടി കിടന്നിട്ട് തീരുക. അതൊക്കെ കഴിഞ്ഞിട്ട് വേറെ കണ്ടില്ല. മൂപ്പര് ഗൾഫിക്ക് പോണ പോക്കാണ്. ഗൾഫിക്ക് പോകുമ്പോൾ ഓനും നാസർ കൊടുത്താൽ ഇനി കോലതാണ് ഫാൻ്റെ ഇടുള്ളൂ. കാരണം തുണിയെടുത്തിട്ട് മൂല്യമാരെ കോലത്ത് പോലെ. കാരണം മൂല്യമാരത്ത് ചെന്നാൽ ഇപ്പോൾ ദുബായിൽ ആണ് ചെന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ടൗണിൽ കണ്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഫിലിപ്പീനികളെ കണ്ടിട്ടില്ല നമ്മൾ ഇണക്കുരുവികളായിട്ടാണ് നടക്കുക. ആ ട്രൗസർ ഇട്ടുകൊണ്ട് അവർ ആ തോളിൽ കൈയിട്ടിട്ട് ഇങ്ങനെ നടക്കുക. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടി ഇയാൾക്ക് ഇങ്ങനെ ടിങ്കടോ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് നടക്കണം. അത് ഈ തുണി എടുത്തിട്ട് മൂല്യമാരെ വേഷം നടക്കൂല. അതിന് ഇവിടുന്ന് ഒരു ചെറിയ ചട്ടിത്തോപ്പും തലമ കൗത്തിക്കൊണ്ട് ആ ഫാൻറ്റും കൂട്ടിട്ടുകൊണ്ട് ഇവിടുന്നാണ്ട് പോക്കാണ്. ഓനും നാസർ കൊടുത്തതിൻ്റെ ഒക്കെ പണി അതല്ലേ. എന്നിട്ട് ഇവിടുന്നാണ്ട് പോകും ദുബായിക്ക്. എന്തിനാണ് പോണത്? ദർശനൻ്റെ വിരിവടത്താൻ. എന്നിട്ട് അവിടുന്ന് വിൽപ്പേനിലിടുന്ന ട്രൗസർ ഇട്ട് കണ്ടിട്ടാണ് നമ്മുടെ ചാനലിലാണ് കൊടുത്തിട്ടിട്ട് ആ രസം കെട്ട് പോകുമ്പോൾ ചാനലിലിടും. എന്തിനാണ്? റോഷിനി സെഡിൻ്റെയും ബോർഡിൻ്റെ ഒക്കെ പരസ്യം അതൊക്കെ നമ്മൾ കാണണല്ലേ. എന്നിട്ട് അതും ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ടിങ്കടോ എന്ന് പറഞ്ഞ് നടക്കുക. ഫാൻ ഇട്ടിട്ട് പോകും. എന്നിട്ട് ഓരിപ്പോൾ കാന്തപുരത്തിൻ്റെ ടൈമും മുഖ്യമന്ത്രിക്ക് ടൈമും കൊടുക്കാൻ വേണ്ടി പോകണല്ലോ. നിങ്ങൾ എന്താ വെച്ചാൽ കാട്ടി എന്തിനങ്ങനെ വരെ 30-ാം തീയതി കാത്തിരിക്കണത്? നിങ്ങളെ താടിമി മൈലാഞ്ചിട്ടിരിക്കുന്നത് എൻ്റെ ഒക്കെ അസൂയോണ്ട് നേർച്ചതല്ലേ ചോക്കെ? അല്ലാതെ വയസ്സായിട്ട് നേർച്ചത് നിങ്ങളൊക്കെ അസൂയോണ്ട് നേർച്ചതാ. എന്നിട്ട് 400 കൊല്ലം മുന്നുള്ള പള്ളിയൊക്കെ സമസ്തൻ്റെ പള്ളിയാണല്ലോ. എടോ ഇതൊക്കെ AP ഉസ്താദും പേരൊക്കെ നാട് തെണ്ടി നടന്നിട്ടുണ്ടാക്കിയതാണ്. നിങ്ങളൊക്കെ അടുപ്പം സമസ്തക്ക് ഉണ്ടാക്കി. അന്നൊക്കെ നിങ്ങൾ അണ്ടിയും പെറുക്കിയിട്ട് അണ്ടി കട്ടിട്ട് വിട്ട് ജീവിച്ച ഞങ്ങളൊക്കെ. AP ഉസ്താദൊക്കെ സമസ്തയിലുണ്ടാകുന്ന ടൈമിന്. എന്നിട്ട് ഇപ്പോൾ AP ഉസ്താദിനും പിന്നെ മുഖ്യമന്ത്രിക്കൊക്കെ പിന്നെ ഒരു പാഠം പഠിപ്പിച്ചാൽ നടക്കണമല്ലോ. നിങ്ങൾ ഓലത്തും നിങ്ങൾ എടുത്തുള്ളത് ആ ഖുർആൻ കത്തിച്ച് പള്ളി കത്തിച്ച് മുസാഫ് കത്തിച്ച മദ്രസ് കത്തിച്ച ചെയ്തമാരല്ലേ? ഓരെ കൊണ്ട് എന്താ നിങ്ങൾ കാട്ടുക? എന്തിനാ ഓരോക്കെ നിങ്ങളും ഇങ്ങോട്ട് ഇറങ്ങി റോട്ടുമൊക്കെ ബാപ്പും മയിലേരെ എന്നിട്ട് നടക്കുകയാണ്. നിങ്ങളൊരു പണി നിങ്ങൾക്ക് പറ്റിയ പണി അതാണ്. നിങ്ങൾ തുടങ്ങി വെച്ച ചാനലില്ല. നിങ്ങൾ പിന്നെ പാണക്കാട് തങ്ങന്മാർ സാധിക്കൽ ശാബുദങ്ങളൊക്കെ കൂടി നിങ്ങൾക്ക് തുടങ്ങി തന്നിക്കണം. സമസ്തൻ്റെ കീഴിൽ നിങ്ങൾ മുഷാവറങ്ങൾ ഉദ്ഘാടനം ചെയ്ത ചാനലതാ ദർശന ചാനൽ. അതിങ്ങനെ കണ്ടിട്ട് അതിൽ ആ മുടിൻ്റെ പരസ്യവും അതിൽ പിന്നെ സെഡിയും ബോർഡിൻ്റെ പരസ്യവും മറ്റുള്ള ഇംഗ്ലീഷുകാർ ട്രൗസർ ഇട്ട് നടക്കുന്ന പരസ്യം അതൊക്കെ നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ വടിയാക്കി നടന്നോളി. എന്നിട്ട് ഇങ്ങനെ നടപടി വടി ഇങ്ങനെ നീക്കുമ്പോൾ നടപടി എന്ന് പറഞ്ഞിട്ട് ചാനലുകാരെ വിളിച്ചെത്തി കൂടി നടപടി എന്ന് പറഞ്ഞു കേട്ടാ. അല്ലാതെ കളി കാന്തപുരത്തിൻ്റെ മക്കളായിട്ട് കളിച്ചാൽ നിൽക്കണ്ട. 400 കൊല്ലം മുന്നേ പള്ളി ഇങ്ങനെ എൻ്റെ തറവാട് സ്വത്താകിടും. മുഖ്യമന്ത്രി പറഞ്ഞു കേൾക്കാം. മുഖ്യമന്ത്രി വരാൻ എൻ്റെ അമ്മായി അച്ഛനാ. പിന്നെ ലീഗാണല്ലോ ദത്തി ചങ്ങായ ലീഗ്. ഇവിടെ ലീഗ് പിന്നെ നിങ്ങളൊപ്പം നിന്നിട്ട് ലീഗ് ഇല്ലാത്ത ടൈമിന് ഇവിടെ ഞങ്ങൾ പിന്നെ കാന്തപുരത്തിൻ്റെ ആൾക്കാർ ഇവിടെ പ്രവർത്തനം തുടങ്ങിയത്. ഒന്നും നേരം തുടങ്ങിയത് ഈ കളി. പിന്നെ കളി മുണ്ടാതെ അവിടെ ഇരുന്നോണ്ടിട്ടാ താടിമ